വാർത്തകളിലേക്ക്. നാളെ മഹാശിവരാത്രി ഉത്സവ ആഘോഷങ്ങൾക്കായി ക്ഷേത്രങ്ങളും നാടും ഒരുങ്ങി. ഭക്തർ ശിവരാത്രി വ്രതം ആരംഭിച്ചു. വ്രതമെടുത്തും ഉറക്കമിളച്ചും ഉപവാസം അനുഷ്ഠിച്ചാണ് ഭക്തർ പുണ്യം നേടുന്നത്. ശിവപ്രീതിക്കായുള്ള 8 വ്രതങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി വ്രതം. ശിവരാത്രി കൃഷ്ണ ചതുർത്ഥി തിഥിയെ അടിസ്ഥാനമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കുമെന്നാണ് വിശ്വാസം. ഇക്കൊല്ലത്തെ ശിവരാത്രി വ്രതം ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ്. പാലാഴി മദനം നടത്തിയപ്പോൾ പുറത്തു വന്ന കാളകൂട വിഷം ലോക രക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ് പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവി ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. ഇന്നു മുതൽ വ്രതം ആരംഭിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് അരിയാഹാരം ഉപേക്ഷിച്ച് ഒരിക്കലോടെ വ്രതം ഭക്തർ ആരംഭിച്ചു കഴിഞ്ഞു. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി ശിവനാമങ്ങൾ ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യും. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. ശിവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ശിവരാത്രി രാവിലെ മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശിവരാത്രി പിറ്റേന്ന് പുലർച്ചെ വെള്ളിത്തർപ്പണത്തോടെയാണ് വ്രതം അവസാനിക്കുക. അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തിഗാനസുധ, നൃത്തനൃത്യങ്ങൾ, ഗാനമേള, ബാലെ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് പെരിയാറ്റിൽ വെള്ളിത്തർപ്പണത്തോടെ ഈ വർഷത്തെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.